യഹിയ ഖാൻ തലക്കലിനെ മുസ്ലിം ലീഗ് വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ 2023 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാർട്ടിയിൽ KM ഷാജി പക്ഷത്തിന്റെ ഇടപെടൽ മൂലമാണ് നിയമനം ലഭിച്ചത്. ഞങ്ങളുമായി PV ജോഷ് ചേരുകയാണ്. PV ജോഷിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷത്തിന്റെ മാത്രമുള്ള ഒരു ആവശ്യത്തിനെ തുടർന്നാണോ പുറത്താക്കപ്പെട്ടിട്ടുമുള്ള ഈ ഒരു നിയമനം? തീർച്ചയായും ആതിര, വയനാട് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് KM ഷാജിയുടെ ഒരു ഇടപെടൽ അത് ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യഹിയ ഖാൻ തലക്കലിനെ ലീഗിന്റെ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റായി ഇപ്പോൾ നിയമിച്ചത് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്ന വിവരങ്ങൾ, സൂചനകൾ. നേരത്തെ ലീഗ് ജില്ലാ ട്രഷററായിരുന്ന യഹിയ ഖാനെ 2023 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അന്ന് ഔദ്യോഗിക പക്ഷത്തെ വിമർശിച്ച് പാർട്ടി ഗ്രൂപ്പുകൾ പോസ്റ്റിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ കമ്മിറ്റിയിലും യഹിയ ഖാൻ ഉയർത്തിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അടക്കമുള്ള ഔദ്യോഗിക പക്ഷത്തിന് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ലീഗ് യഹിയ ഖാനെ തിരിച്ചെടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിന് പിന്നിൽ KM ഷാജി പക്ഷത്തിന്റെ ഇടപെടൽ ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട് പിടിമുറുക്കാൻ KM ഷാജി വീണ്ടും ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വയനാട് ജില്ലാ കമ്മിറ്റിയെ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന സ്ഥലത്ത് കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെയായിരുന്നു യഹിയ ഖാന്റെ വിമർശനം. അന്ന് സർക്കാരിനെ വിമർശിക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളോ തയ്യാറായില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് യഹിയ ഖാൻ പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെയുള്ള ഗ്രൂപ്പുകളിലും കമ്മിറ്റികളിലും ഉന്നയിച്ചിരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും മറ്റ് പല കാര്യങ്ങളിലും യഹിയ ഖാൻ എതിർത്ത് നിന്നിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് KM ഷാജി ഇപ്പോൾ വയനാടേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പക്ഷത്തിന് ഇത് വലിയ തിരിച്ചടിയായി മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. ആതിര, ശരി, വ്യക്തമാണ്. PV ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.